ഇടുക്കിയിൽ കനത്ത മഴ. ജില്ലയിൽ പലയിടത്തും മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും ഉണ്ടായി. ഇടുക്കി കുമളിയിൽ ശക്തമായ മഴ തുടരുകയാണ്. കുമളി ചെളിമട, ആനവിലാസം, ശാസ്താനട എന്നിവിടങ്ങളിൽ വെള്ളം പൊങ്ങി. ശക്തമായ മഴ പെയ്തതോടെ ഇവിടെ നിന്ന് 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. വണ്ടിപ്പെരിയാറിൽ വെള്ളം കയറി. വീടുകളിലുള്ളവരെ ഇവിടെ നിന്ന് സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിച്ചു. 42 കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. വീടുകളിൽ കുടുങ്ങിയ 5 പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. പാറക്കടവ്, മുണ്ടിയെരുമ, കൂട്ടാർ എന്നിവിടങ്ങളിലും മഴക്കെടുതി രൂക്ഷമാണ്. ഇടുക്കി നെടുങ്കണ്ടം കൂട്ടാറിൽ മലവെള്ളപ്പാച്ചിലിൽ ടെമ്പോ ട്രാവലർ ഒഴുക്കിപ്പെട്ടു. കട്ടപ്പന കൂന്തളംപാറയിൽ ഉരുൾപൊട്ടലുണ്ടായി. അതിഭയങ്കര ശബ്ദത്തോടെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഇതേ തുടർന്നുണ്ടായ ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ റോഡുകളും കൃഷിയിടങ്ങളും ഒലിച്ചുപോയി. ശനിയാഴ്ച വെളുപ്പിന് 1:30 ഉരുൾപൊട്ടലുണ്ടായത്. വീടുകൾക്ക് മുന്നിലേക്ക് കല്ലും മണ്ണും ചെളിയും ഒഴുകിയെത്തി. ഉരുൾപൊട്ടിയെത്തിയ പ്രദേശത്തെ റോഡുകളും കൃഷിയിടങ്ങളും ഒലിച്ചുപോയി. ഇടുക്കിയിൽ വിവിധ മേഖലകളിൽ ശനിയാഴ്ച രാത്രി മുതൽ ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. നെടുങ്കണ്ടം കൂട്ടാറിലും ഉരുൾപൊട്ടിയതായി സംശയമുണ്ട്. ശക്തമായ മഴയെ തുടർന്ന് കല്ലാർ ഡാമിലെ 4 ഷട്ടറുകൾ ഉയർത്തി. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 137 അടിയിലെത്തി. ഇതേ തുടർന്ന് സ്പിൽവേയിലെ 3 ഷട്ടറുകൾ തുറന്നു. സെക്കൻഡിൽ 1663 ഘനയടി വെള്ളമാണ് തുറന്നുവിട്ടത്. ഡാമിലേക്ക് ശക്തമായ നീരൊഴുക്കുണ്ട്. 17,828 ക്യൂസെക്സ് വെള്ളമാണ് ഡാമിലേക്ക് എത്തുന്നത്. 1683 ക്യൂസെക്സ് വെള്ളം തമിഴ്നാട് വൈഗ അണക്കെട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് പുറമെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ട്രാവലർ വരെ ഒഴുകി പോകും. കാര്യമുണ്ട് പറഞ്ഞുകൊണ്ട് പറഞ്ഞ് നിൽക്കണമല്ലോ. ഒന്ന് മര്യാദയ്ക്ക് ആവശ്യം കാര്യമുണ്ട് പറഞ്ഞുകൊണ്ട് പറഞ്ഞ് നിൽക്കണമല്ലോ.